മരണത്തെ മനുഷ്യൻ ഭയത്തോടാണ് വീക്ഷിച്ചുകൊണ്ടിരുന്നത്. മരണ വീടെന്ന് പറയുന്നത് ഒരു തണുത്ത അന്തരീക്ഷമാണ്, വിറങ്ങലിച്ച അന്തരീക്ഷമാണ്. ബന്ധുക്കൾ, ചാർച്ചക്കാർ, ലോകത്തിൽ നിന്ന് മാറ്റപ്പെടുമ്പോൾ കൂടെ ജീവിച്ചവരും, 1.5 ലക്ഷം രൂപയുടെ മൊബൈൽ ഉപയോഗിച്ചവരും, 1 കോടിയുടെ വീട് വെച്ചവരും, 10-70 ലക്ഷം രൂപയുടെ വാഹനങ്ങളിൽ സഞ്ചരിച്ചവരെല്ലാം വിറച്ചു കിടക്കുന്ന ഒരു പെട്ടി. ആ പെട്ടിയുടെ പേരാണ് ശവപ്പെട്ടി. ഉൽപ്പത്തി പുസ്തകം അവസാനിക്കുന്നത് ശവപ്പെട്ടി എന്ന വാക്കുകൊണ്ടാണ്. അങ്ങനെ യോസേഫ് മരിച്ചു. അവർ അവനെ സുഗന്ധവർഗമിട്ട് എവിടെ വെച്ചു? പെട്ടിയിൽ വെച്ചു. വെറും പെട്ടിയല്ല, ശവപ്പെട്ടി. പക്ഷെ പുറപ്പാട് പുസ്തകം തുടങ്ങുന്നത് ഒരു വലിയ പുറപ്പാടാണ്. ഉൽപ്പത്തി പുസ്തകം ശവപ്പെട്ടി കൊണ്ട് അസ്തമിച്ചുവെങ്കിൽ പുറപ്പാട് പുസ്തകം ഒരു വലിയ പുറപ്പാടാണ്. ഒരു ഭക്തനായ മനുഷ്യന്റെ നേതൃത്വത്തിൽ 25 ലക്ഷം വരുന്ന ആളുകളെ കൊണ്ട് മോശ പുറപ്പെടുകയാണ്. ആസന്റെ ഭാവിയിൽ ഒരു വലിയ പുറപ്പാട് വരാൻ പോവുകയാണ്. ഏതാണ് പുറപ്പാട്? യേശു കാഹളം ഊതുമ്പോ കല്ലറകൾ തുറക്കും, മരിച്ചുപോയ വിശുദ്ധന്മാർ ഉയർത്തെഴുന്നേൽക്കും. അടുത്ത വാക്യം, പിന്നെ ജീവനോട് ശേഷിക്കുന്ന നാം ഒരുമിച്ച് ആകാശത്തിൽ കർത്താവിനെ എതിരേൽപ്പാൻ മേഘങ്ങളിൽ. ഒന്ന് പറഞ്ഞാട്ടെ, എവിടെ എടുക്കപ്പെടുന്നത്? കുറച്ചുകൂടെ ശബ്ദത്തിൽ പറഞ്ഞാട്ടെ. എന്തുകൊണ്ടാണ് മേഘങ്ങളിൽ എടുക്കപ്പെടുമെന്ന് പറയാൻ കാരണം? ആർക്കെങ്കിലും പറയാമോ? ഒരു മേഘം വന്ന് അവനെ മൂടി, അവരുടെ കാഴ്ചയ്ക്ക് മറഞ്ഞു. യേശു പോയപ്പോൾ ഒരു മേഘം വന്ന് മൂടി പോവുകയാണെങ്കിൽ അവൻ തിരിച്ചു വരുന്നതും ആ മേഘത്തിലായിരിക്കും. യേശുവിന്റെ വരവ് ഏറ്റവും അടുത്തിരിക്കുക. ലോക സംഭവങ്ങളെല്ലാം അത് വിളിച്ചറിയിക്കുക. ഞാൻ പറഞ്ഞത്, മനുഷ്യൻ മരണത്തെ ഭയത്തോടാണ് കാണുന്നത്. മരണ വീട്ടിൽ പോകുമ്പോൾ ഭയമാണ്. ദൂരെ നിന്ന് കണ്ടിട്ട് ഭയപ്പെട്ടു പോകുകയാണ്. പക്ഷെ മരണത്തെ ജയ് വിളിച്ച ഒരാളുണ്ട്, അത് യേശുവാണ്. യേശു പറഞ്ഞു, എന്നെ വിശ്വസിക്കുന്നവൻ പറഞ്ഞാട്ടെ, പറഞ്ഞാട്ടെ, മരിച്ചാലും ജീവിക്കും, മരിച്ചാലും ജീവിക്കും എന്നുള്ള പ്രത്യാശ ദൈവം നമുക്ക് തന്നിരിക്കുക അല്ലേ? കണ്ടിട്ടില്ലേ ചില മരണ വീടുകളിൽ, ദൈവമില്ലാത്ത ചില മരണ വീടുകളിൽ പ്രാണൻ ശരീരത്തിൽ പോകും. ഞാൻ നേരിട്ട് കണ്ടിട്ടുണ്ട്. പ്രാർത്ഥിച്ച് അക്കരനാട്ടിലിട്ട് വിട്ടിട്ട് വരെ ഉണ്ട്. പ്രാണൻ പോകാതെ കിടക്കുന്ന മാസങ്ങളായി, വർഷങ്ങളായിട്ട് ദൈവമേ തിരുഹിതം വെളിപ്പെടാൻ കണ്ടിട്ടുണ്ടോ? നേരിട്ട് ചില ആളുകൾ മരിക്കുമ്പോ കണ്ണൊക്കെ പുഷ്ടി കൊണ്ട് ഉന്തും, ചിലരൊക്കെ കട്ടിലൊക്കെ മുറുകെ പിടിക്കും, വിഴികളൊക്കെ മുറുകെ പിടിക്കും, ദേഹത്ത് മാന്തി കീറും. വല്ലാത്ത വികൃതമായ മരണമാണ്. പക്ഷെ ഒരു ഭക്തന്റെ മരണം, ഓ ചേർന്നൊരു അഭിമാനാണ്. ആമേൻ. നമുക്കറിയാം, ഇന്ന് പകൽക്കാലം യേശു പറഞ്ഞൊരു വിശ്വാസമുണ്ട്, എന്നിൽ വിശ്വസിക്കുന്ന മരിച്ചാലും. പൗലോസ് പറഞ്ഞൊരു വാക്കുണ്ട്, ഹേ മരണമേ നിന്റെ മരണത്തെ പുഞ്ചിരിയോട് സ്വീകരിക്കുന്ന ഒരു കൂട്ടരുണ്ടെങ്കിൽ അത് രക്ഷിക്കപ്പെട്ട ദൈവമക്കളാണ്. ഇന്ന് പകലും മരണത്തെ ഭയമില്ലെങ്കിൽ ഒന്ന് ഹേ എന്ന് പറഞ്ഞാട്ടെ. ഹേ മരണമെന്നൊന്ന് പറഞ്ഞാട്ടെ. ശബ്ദമുയർത്തി ഒന്ന് പറഞ്ഞാട്ടെ. ആർത്ത് വിളിച്ചെന്ന് പറഞ്ഞാട്ടെ. ഹേ എന്ന് പറഞ്ഞേ. ഹേ നമ്മൾ പാടി ആരാധിച്ചത് കഴിഞ്ഞ ആഴ്ചകൾക്ക് മുമ്പ്. ഹേ എന്നുള്ള വെല്ലുവിളിയോടുകൂടി പാടി നമ്മൾ ആരാധിച്ചത്. ഹേ മരണമേ നിന്റെ ജയമെവിടെ? ഹേ മരണമേ നിന്റെ വിഷമുള്ളവിടെ? മരണത്തിന്റെ വിഷമുള്ള കുത്തേക്കുന്നത് ഭയങ്കര വേദനയാണ്. പക്ഷെ ഒരു ഭക്തന്റെ മരണം സുഖകരമായ മരണമാണ്. ഞാനിത് പറയാനുള്ള കാരണം, മരിച്ച വിശുദ്ധന്മാർ ഉയർത്തെഴുന്നേൽക്കുന്ന ഒരു ദിവസമുണ്ട്. ആ ദിവസം ഞാൻ കാത്തിരിക്കും. നമുക്ക് എല്ലാവർക്കും എഴുന്നേറ്റ് നിന്ന് ഈ പാട്ടുപാടി ആത്മാവിൽ നിറഞ്ഞ ദൈവത്തെ ആരാധിക്കാം. പാതാളമേ മരണമേ നിന്നുടെ ജയമെവിടെ? കൈയടിക്കുന്നെങ്കിൽ നന്നായി കൈയടിച്ച്, സ്തോത്രം പറഞ്ഞെങ്കിൽ നന്നായി സ്തോത്രം പറഞ്ഞ് നൃത്തം ചെയ്ത് ഈ സഭയിൽ ആരാധിക്കാൻ ഫ്രീഡം ഉണ്ട്. നൃത്തം ചെയ്ത് ആരാധിക്കണം, നൃത്തം ചെയ്ത് ആരാധിക്കാം. മുഴങ്കാലുകൾ ഇരിക്കണമെങ്കിൽ, മുട്ട് വീട് കിടക്കണമെങ്കിൽ ആരാധനയുടെ വിവിധ ഭാഗങ്ങളുണ്ട്. ചേർന്ന് പാടി ആത്മാവിൽ ശക്തിയോടെ ദൈവത്തെ സ്തുതിക്കുക.
ശക്തി